എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചില മക്കൾ ചിന്തിക്കുന്നുണ്ടാവുക എന്ത് പഠിച്ചു പോയി കഴിഞ്ഞാലാണ് ഇനി അറ്റ്ലീസ്റ്റ് പാസ്സെങ്കിലാവുക, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നല്ല മാർക്സെങ്കിലും കിട്ടുകയാണ്, എന്താണ് പഠിക്കേണ്ടത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ചില മക്കളെല്ലാം പഠിച്ചു കഴിഞ്ഞാലും അവരൊന്ന് ചിന്തിക്കാറുണ്ട് ഇനി ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തായാലും ഒന്ന് നോക്കിയിരിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബയോടെക് പ്രിൻസിപ്പിൾസിലേക്ക് തന്നെ പോവാം. ബയോടെക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസും ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും നിങ്ങൾക്ക് രണ്ടും അറിയാം. ഈ രണ്ട് ചാപ്റ്റേഴ്സും ഏകദേശം 8 മാർക്കിന് രണ്ട് ചാപ്റ്റേഴ്സിനും വെയിറ്റേജ് വരുന്നതാണ്. അതിൽ പ്രിൻസിപ്പിൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് നിങ്ങൾക്കറിയാം, അതിൽ എൻഡോന്യൂക്ലിയസ് ഉണ്ട്, എക്സോന്യൂക്ലിയസ് ഉണ്ട്, ടൈപ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ അവരുടെ നെയിമിംഗ് ക്രൈറ്റീരിയ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈക്കോ R1 ആണെന്നുണ്ടെങ്കിൽ ഈക്കോ R1ൻ്റെ CO ഇതൊക്കെ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലോണിംഗ് വെക്ടർ, അതിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ PBR 322. അപ്പോൾ ഒരു ക്ലോണിംഗ് വെക്ടറിന് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ചിലപ്പോൾ ആ ഒരു ക്ലോണിംഗ് വെക്ടറിൻ്റെ പിക്ചർ വന്നിട്ട് ഏതൊക്കെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ്, ഒറൈ സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ പാലിൻഡ്രോമിക് സീക്വൻസ്, ഇത് ഡെഫിനിഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കും, വിത്ത് എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുക. പിന്നെ നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ്, അത് ചിലപ്പോൾ പിക്ചർ തന്നിട്ടോ പിക്ചർ തരാതെയോ ചോദിക്കാം. ആ ഒരു ഡയഗ്രം തന്നിട്ട് എന്താണ് ഈ ടെക്നിക്ക്, എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇല്യൂഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജെൽ ഇലക്ട്രോഫോറസ് എന്ന് വരാറുണ്ട്. പിന്നെ PCR, നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഇതിൻ്റെ പിക്ചർ തന്നിട്ട് ഏതൊക്കെയാണ് ആ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ്, ഇവിടെ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള DNA പോളിമറൈസ് എൻസൈം ഏതാണ്, അത് ഏത് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നോക്കിയിരിക്കണം. പിന്നെ ലാസ്റ്റ് നമ്മുടെ പ്രോസസ്സസ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി, ആ 6 സ്റ്റെപ്പ് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. അവിടെയാണ് നമ്മുടെ ബയോ റിയാക്ടറും അതുപോലെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ ആക്ച്വലി നമുക്കൊന്നും തന്നെ ഇത് പഠിക്കേണ്ട അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നൊരു ടോപ്പിക് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ടോപ്പിക്കും. കാരണം നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാം ഒരു ഭാഗം പോലും ഇല്ല ഇതുവരെ ഇങ്ങനെ ചോദിക്കാതെ വിട്ടതായിട്ടുള്ളൊരു ഭാഗം. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ ടിഷ്യൂ കൾച്ചറും മൈക്രോ പ്രൊപ്പഗേഷനും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് മാറിയതിനു ശേഷം ആഡ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതിനകത്തേക്ക്. പിന്നെ നമ്മുടെ GM പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് BT പ്ലാന്റും RNA ഇൻ്റർഫിയറൻസും. ദെൻ നമ്മുടെ ഇൻസുലിൻ, എലി കമ്പനി എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത്, പിന്നെ നമ്മുടെ ADA ഡെഫിഷ്യൻസിയുടെ കാരണം ജീൻ തെറാപ്പിയിൽ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആക്ച്വലി സാധാരണ വരാറ് ഒരു 2 അല്ലെങ്കിൽ 3 ഡയഗ്നോസ്റ്റിക് ടൂൾസ് എഴുതാനാണ്. പക്ഷെ കഴിഞ്ഞ തവണ നമ്മുടെ PCR ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഏർലി ഡയഗ്നോസിസ് പോസിബിൾ ആവും, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ട്രാൻസ്ജനിക് ആനിമൽ വിത്ത് ഡെഫിനിഷൻ, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, ഇത് ചോദിക്കാറുണ്ട്. ഇതാണ് ഈ ഒരു സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ടേമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ TS ഓഫ് ആൻതർ, പോളിനേറ്റിംഗ് ഏജൻറ്റ്, അതുപോലെ ടൈപ്സ് ഓഫ് പോളിനേഷൻ, പിന്നെ ട്രൂ ഫ്രൂട്ട്, ഫ്ലോൾസ് ഫ്രൂട്ട്, പിന്നെ എപ്പോമിക്സിസ്, പാർത്തനോകാർപ്പ്, ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ, ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഇതൊക്കെ ചോദിക്കാം. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലാണെങ്കിൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം, മെൻസ്ട്രൽ സൈക്കിളും ആ ഒരു ഗ്രാഫും, പിന്നെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഓഫ് ബേബി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്, പിന്നെ വാസെക്ടമി, ട്യൂബെക്ടമി. ദെൻ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്, ഒരു 4 എക്സാമ്പിൾ, എന്താണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, അതെങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ART അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ കുറേ എക്സ്പാൻഷൻസ് ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ATRMSO സ്നേഹാമസോ ഉണ്ട്. ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഹലോ മക്കളെ, ഇപ്പോൾ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ അറിയണം, ആദ്യം തന്നെ നമ്മൾ പോപ്പുലേഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബർത്ത് റേറ്റ്, അതേപോലെ തന്നെ ഡെത്ത് റേറ്റ്, പിന്നെ അതേപോലെ തന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ വരും, അതിൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ വരും. പിന്നെ അതേപോലെ തന്നെ ഏജ് പിരമിഡ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ സെക്സ് റേഷ്യോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരുന്നതാണ് നമ്മുടെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. അതേപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ നമുക്ക് എപ്പോഴും എണ്ണിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ഫിഷസിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ
പറയുമ്പോഴത്തേക്കും പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ കൂടാനും കുറയാനൊക്കെ കാരണമാകുന്ന പല റീസൺസ് ഇല്ലേ? ആ റീസൺസ് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും വരിക? നമ്മുടെ നേറ്റാലിറ്റി, അതേപോലെ തന്നെ മോർട്ടാലിറ്റി, പിന്നെ അതേപോലെ തന്നെ എമിഗ്രേഷൻ ഓക്കെ, എമിഗ്രേഷൻ, അതേപോലെ തന്നെ ഇമിഗ്രേഷൻ. ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? നമ്മുടെ ഈ പറയുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് മൊത്തത്തിലായല്ലോ മിസ്സേ, ഇതിലിപ്പോൾ ഏതാണ് ഞങ്ങൾ തീരൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പഠിച്ചിരിക്കേണ്ട പോർഷൻസ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസും 2 ഗ്രോത്ത് മോഡൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. അതായത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തും അതേപോലെ തന്നെ ലോജിസ്റ്റിക് ഗ്രോത്തും ഷുവറാണ്, അതെന്തായാലും പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ഉണ്ടല്ലോ, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അത് എന്താണ്, അതിൻ്റെ സിമ്പിൾ എന്താണ്. പിന്നെ അതേപോലെ തന്നെ അത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഇവിടെ ബർത്ത് റേറ്റ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേറ്റാലിറ്റി ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് അവിടെ നമുക്കൊരു ഇക്വേഷനും കൂടെ പഠിക്കാനുണ്ട്, അതും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഏജ് പിരമിഡും ഓക്കെ, ഈ ഏജ് പിരമിഡും ഈ കൂട്ടത്തിൽ വളരെയധികം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇത്രയും ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോർഷൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാനായിട്ട് പാടില്ല. അവിടെ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ളത് പഠിക്കണ്ട എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ മിനിമം നമുക്ക് അത്യാവശ്യം മാർക്ക് ചെയ്യാൻ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കാനുള്ള ടോപ്പിക്സാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ എവ്രി വൺ. സോ നമ്മുടെ +2 ബയോളജിയിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ജെനറ്റിക്സിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബോൺഡ്സ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ 4 ബോണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? N ഗ്ലൈക്കോസിഡിക്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ, ഹൈഡ്രജൻ ബോണ്ട്. ഇനി അതുകൂടാതെ തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഒരു 4 പോയിന്റ് നോട്ട് ചെയ്യണം. ദെൻ സെൻട്രൽ ഡോഗ്മ പഠിക്കണം. ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ലേബിൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയോസോം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കറിയാം യു ക്രൊമാറ്റിൻ ഉണ്ട്, ഹെറ്ററോ ക്രൊമാറ്റിൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു 4 എൻസൈംസിൻ്റെ പേര് നോട്ട് ചെയ്യുക. ദെൻ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നില്ലേ? ആ ഒരു എക്സ്പെരിമെൻ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേരും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് റിപ്ലിക്കേഷനിൽ നിങ്ങൾ റിപ്ലിക്കേഷൻ ഫോർക്ക് ലേബിൾ ചെയ്യാൻ കൂടി പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ ഇത് നിങ്ങളോട് ലേബിൾ ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കും. പിന്നെ ജെനറ്റിക് കോഡിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഒരു 4-3 പോയിന്റ്സ് പഠിച്ചു വെക്കാം. അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർട്ട് കോഡോണും സ്റ്റോപ്പ് കോഡോണും ആണ്. സ്റ്റാർട്ട് കോഡോൺ AUG കോഡ് ചെയ്യുന്നത് മെത്തിയോണിൻ. ഓക്കെ, ഇനി റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ 4 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യൂക്യാരിയോട്ടിൽ. ആ 4 പോയിന്റും പഠിക്കണം, അത് അതുപോലെ എക്സാമിന് ചോദിക്കും. പിന്നെ നമ്മുടെ ലാക്ക് ഓപ്രോണിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള എൻസൈംസിൻ്റെ പേര് ബീറ്റ ഗാലക്ടോസിഡേസ്, ട്രാൻസ് അസറ്റിലേസ്, പെർമിയസ് ഒക്കെ പഠിച്ചില്ലേ? അത് നിങ്ങളോട് ചോദിക്കും. പിന്നെ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ സ്റ്റെപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇനി അടുത്ത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയാൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസീസസ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ ടേബിളിലായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇനി അടുത്ത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോക്കിയാലും അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട് അല്ലേ? ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകൈൻ ബാരിയർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ബാരിയേഴ്സ് ആണ് വിത്ത് എക്സാമ്പിൾസും പഠിക്കാം. പിന്നെ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ ലേബിൾ ചെയ്യാനുള്ള രീതി ചോദിക്കും. പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി വിത്ത് എക്സാമ്പിൾ നിങ്ങളൊരു ടേബിൾ പോലെ പഠിച്ചു വയ്ക്കുക. എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ വാക്സിനേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ എയ്ഡ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചൊരു ടോപ്പിക്കായിരുന്നു, അത് എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ HIV-യും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷനും പ്രിവെൻഷൻ ജനറൽ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഇത് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോർമൽ സെൽസും ക്യാൻസർ സെൽസും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കോണ്ടാക്ട് ഇൻഹിബിഷൻ്റെ കാര്യമാണ്. പിന്നെ നമ്മുടെ ബെനിങ് ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് മാലിഗ്നന്റ് ട്യൂമറാണ് മെറ്റാസ്റ്റീസസ് കാണിക്കുന്നത്. ഇനി നമ്മുടെ ക്യാൻസർ ഡിറ്റക്ഷനും ട്രീറ്റ്മെൻറ്റും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ അബ്യൂസഡ് ഡ്രഗ്സ്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കുറേ അബ്യൂസഡ് ഡ്രഗ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 4 അബ്യൂസഡ് ഡ്രഗ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസപ്റ്റേഴ്സ് എവിടേക്കാണ്, ഏത് പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ പറയുന്ന അബ്യൂസഡ് ഡ്രഗ്സിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, 4 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 പോയിന്റ് എന്ത് ചെയ്യണം, ഇവിടെ പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഇനി നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹോമോലോഗസ് ആൻഡ് അനലോഗസ്, അല്ലെങ്കിൽ നമുക്ക് ഡൈവേർജൻ ആൻഡ് കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ഹോമോലോഗസ്, എന്താണ് അനലോഗസ്, ഇവർ കാണിക്കുന്ന എവല്യൂഷൻ എന്താണെന്നുള്ള കാര്യം കൂടി ചോദിക്കും. ഓക്കെ, സോ ഹോമോലോഗസ് ആണെങ്കിൽ ഡൈവേർജൻ്റ് ആണ്, അനലോഗസ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്. ഇനി അഡാപ്റ്റീവ് റേഡിയേഷൻ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ 3 എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാർവിൻ ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, പ്ലാസെന്റൽ മാമൽസ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാർഡി വെയിൻബർ പ്രിൻസിപ്പിൾ, അവിടെ മെയിനായിട്ട് ചോദിക്കുക ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി വെയിൻബർ ഇക്വിലിബ്രിയം. അവിടെ നമ്മൾ 5 പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജനറ്റിക് മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, നേച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇത് നിങ്ങളോട് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ, നമ്മുടെ ഡ്രയോപിത്തക്കസ്, റാമാപിത്തക്കസ്, ഓസ്ട്രാലോപിത്തക്കസ്, ആ ഒരു ഫ്ലോ ചാർട്ട് ഇല്ലേ, അതിൽ ചിലപ്പോൾ ബ്രെയിൻ കപ്പാസിറ്റി വെച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇയേഴ്സ് വെച്ചിട്ട് അവർ എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അത് വെച്ച് നിങ്ങളോട് ഹ്യൂമൻ എവല്യൂഷൻ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടി ചോദിക്കും. പിന്നെ നമ്മുടെ നേച്ചുറൽ സെലക്ഷൻ്റെ ഗ്രാഫ് 3 എണ്ണം ഉണ്ടായിരുന്നു. സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഉണ്ട്, ഡയറക്ഷണൽ സെലക്ഷൻ ഉണ്ട്, ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഇത് നമ്മുടെ നേച്ചുറൽ സെലക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങളോട് മറ്റേ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ് പെപ്പേഡ് മോത്തിന് സംഭവിച്ചിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ജനറൽ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്. ഇനി അടുത്ത നമുക്കറിയാം നമ്മുടെ ഓണം എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 20% ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ജനറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ 2 ലോസ് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ക്രോസിൻ്റെ ചിത്രം തന്നു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം. ദെൻ ടെസ്റ്റ് ക്രോസ് എന്താണെന്നുള്ള കാര്യം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിൾ ആന്ത്രീനം സ്പീഷീസ്, പിന്നെ TH മോർഗൻ എന്തുകൊണ്ടാണ് ഡ്രോസോഫിലയിൽ സ്റ്റഡി ചെയ്തത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സിമ്പിൾ സിന്തറ്റിക് മീഡിയം, പിന്നെ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിലൊരു 3 പോയിന്റ് പഠിച്ചു വെക്കുക. പിന്നെ ടൈപ്പ് ഓഫ് സെറ്റ് ഡിറ്റർമിനേഷൻ 3 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. XSXY, XXX0 ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ZZ, ZW. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, നോട്ട് ചെയ്ത് വെക്കേണ്ട സാധനമാണ് ZZ, ZW ടൈപ്പ് ഓഫ് സെറ്റ് ഡിറ്റർമിനേഷൻ. അത് ബേർഡ്സിലാണ് കാണുക. ഇനി നെക്സ്റ്റ് നമ്മുടെ മെന്റീലിയൻ ഡിസോർഡർ നോക്കുകയാണെങ്കിൽ അതിൽ ഹീമോഫീലിയ ചോദിച്ചിട്ടുണ്ട്, സിക്കിൾ സെൽ അനീമിയ, ഫീനാൽ കീറ്റോണൂറിയ. ഓക്കെ, അപ്പോൾ ഇവരുടെ എല്ലാത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള പോയിന്റ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ആ ഒരു പോയിന്റ് അതിൻ്റെ കോസസ് തന്നിട്ട് ഐഡന്റിഫൈ ദ ഡിസോർഡർ എന്ന് ചോദിക്കും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. ഹീമോഫീലിയ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ്, സിക്കിൾ സെൽ അനീമിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നത്, ഫീനാൽ കീറ്റോണൂറിയ ഇൻബോൺ മെറ്റബോളിസം. ഓക്കെ, ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം എന്ന് കണ്ടാൽ ഫീനാൽ കീറ്റോണൂറിയ എന്ന് പഠിക്കാം. ഇനി നമ്മുടെ ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ 3 എണ്ണം പഠിച്ചു വെക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് ചെയ്യാനുള്ള രീതിയിലോ അല്ലെങ്കിൽ കാരിയോ ടൈപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ ടേർണർ സിൻഡ്രോം, ക്ലിനിഫൽട്ടർ സിൻഡ്രോം ആൻഡ് ഡൗൺ സിൻഡ്രോത്തിന്റെ പിക്ചർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. പിന്നെ നമ്മുടെ പെഡിഗ്രി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. അവിടെ നിങ്ങൾ സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഓരോരോ സിമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ. സ്ക്വയർ എന്തിനെയാണ്, സർക്കിൾ എന്തിനെയാണ്, ഇവർ തമ്മിൽ ഒരു ലൈൻ വഴി മാച്ച് ചെയ്താൽ എന്താണ്, രണ്ട് ലൈൻ വഴി മാച്ച് ചെയ്താൽ എന്താണ്. അപ്പോൾ പെഡിഗ്രി സിമ്പിൾസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.